ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനിത റെസിപ്പീസ്. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റി കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 6 മണിക്കൂറോളം കുതിർക്കാൻ വെച്ച കടലപ്പരിപ്പാണിത്. 250 ഗ്രാമിൻ്റെ. അപ്പോൾ ഞാനത് കഴുകി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യത്തിന് ഒരു 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പകുതി വേവാവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് അടച്ച് വേവിക്കുകയാണ്. ഇനി നമുക്കിതിന് വേണ്ട സ്പെഷ്യലായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 7 കാശ്മീരി വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കാശ്മീരി മുളകിന് എരിവ് കുറവാണ്, പക്ഷെ കളറും ഉണ്ടാവും. എരിവ് കിട്ടുന്നത് കുരുമുളകാണ്. അപ്പോൾ ഒരു 1.5 സ്പൂണോളം മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കുമ്പോൾ നമ്മുടെ കൂട്ടുകറിക്ക് നല്ലൊരു കളറും അതുമാതിരി സ്മെല്ലും ടേസ്റ്റും കിട്ടും. കുരുമുളകൊക്കെ ഇങ്ങനെ വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ കുരുമുളകൊക്കെ അതേ പൊട്ടണ സൗണ്ട് കേൾക്കാനുണ്ട്. ഇത് ഗ്യാസിൽ നിന്ന് മാറ്റിയാലും ഇതേ പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കുക നല്ലോണം. അപ്പോൾ ചൂടാറിയ ശേഷം ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് പാത്രം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തു നോക്കാം. അപ്പോൾ അതേ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചേന കഷ്ണം, അതുമാതിരി ഒരു നേന്ത്രക്കായ, അതേ അളവിന് തന്നെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുല്യ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിന് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചു വെച്ച മുളകും കുരുമുളകും കൂടിയിട്ട് ഇത് കണ്ടില്ലേ, അത് നല്ലോണം പൊടിഞ്ഞെടുത്തിട്ടുണ്ട്. കളറും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും നമ്മുടെ കൂട്ടുകറിക്ക്. അതുമാതിരി നല്ല സ്മെല്ലുമാണ്. അപ്പോൾ ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് അടച്ച് വേവിക്കുകയാണ്. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനൊരു പാനിലേക്ക് ഒരു 4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കാനാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണോളം ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു നാളികേരം ഞാൻ ചിരകിയത് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നാളികേരമൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് പല സ്ഥലത്തും പല ജില്ലകളിലും നമ്മൾ പല രീതിയിലാണ് ഈ കൂട്ടുകറി തയ്യാറാക്കുന്നത്. ചില ആളുകൾ പച്ചയ്ക്ക് നാളികേരത്തിൽ ജീരകം ചേർത്ത് അരച്ച് ചേർക്കും. നമ്മളൊന്ന് റോസ്റ്റ് ആയ ശേഷം നമ്മളിത് അരച്ച് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു 4 ടീസ്പൂണോളം നാളികേരം ഒന്ന് ഗോൾഡൻ കളറായപ്പോൾ അതിന് 4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. നമ്മൾ വല്ലപ്പോഴൊക്കെ ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് വേണ്ട. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മളൊട്ടും കുറയ്ക്കണ്ട. അപ്പോൾ ഞാനിത് ചൂടാറിയ ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടി ഡാർക്ക് ഗോൾഡ് കളറാവണം. അപ്പോൾ നാളികേരം ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കൂടി റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതേ കളറാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്ര മതി. നമ്മുടെ കഷ്ണങ്ങൾ വെന്തോ നോക്കാം. ഇനി അതിലേക്ക് ഞാനൊരു 6 വെല്ലം ചെറിയ വെല്ലം 6 ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര വേണമെങ്കിൽ പൊടിച്ചും ചേർക്കാം. ഒരു 2 ടീസ്പൂണോളം പൊടിച്ചും ചേർക്കാം. അതിൽ കിടന്ന് മെൽറ്റായിക്കോളും. ഒരു ചെറിയ കഷ്ണമാതിരി ചെറിയ പീസ് ചെറിയ വെല്ലങ്ങളാണ്. അപ്പോൾ 6 വെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊതിഞ്ഞ് വയ്ക്കാം. ഇതുകൊണ്ട് അപ്പോൾ അതിൽ കിടന്ന് മെൽറ്റായി കിട്ടും. ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ചെറുതീയിൽ കിടന്ന് വേവട്ടെ. അപ്പോൾ ഈ നേരം കൊണ്ട് ഞാൻ ആ നാളികേര കൂട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്.
ഈ നാളികേരം അരച്ചത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിൽ ചേന കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു അർത്ഥം. നല്ലോണം വേവണ ചേനയാണെങ്കിൽ ആദ്യമേ വേവിച്ച ശേഷം കഷ്ണങ്ങൾ ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ചേന വെന്തോ നോക്കാം. ചേന നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് അത്ര മതി. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അതേമാതിരി കുരുമുളകിൻ്റെ ടേസ്റ്റും. അപ്പോൾ ഈ വറുത്ത് ചേർക്കണതിലാണ് നമുക്ക് കൂടുതൽ ഈ കൂട്ടുകറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടണേ അത്. അപ്പോൾ നമ്മൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലിരുന്നൊന്നും കൂടി ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് അത്ര ഡ്രൈ ആയാൽ മതി. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില കുറച്ച് കൂടുതൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടുക്കളയമ്പലത്തുള്ള കറിവേപ്പിലയാണ് ഫ്രഷ്. അപ്പോൾ ഒരു 4 തണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 തണ്ട് കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം റോസ്റ്റ് ആവുമൊന്നും വേണ്ട, കറിവേപ്പിലയുടെ കളർ അതൊക്കെ ഒന്നും മാറണ്ട. ഇതങ്ങനെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകറി പൂർണ്ണമായി. അപ്പോൾ വളരെ സ്മെല്ലുമാണ്. ഇപ്പോൾ വളരെ ടേസ്റ്റും ഉണ്ട്. എരിവും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കൂട്ടുകറിയാണ്. അപ്പോൾ നിങ്ങളുടെ തൃശ്ശൂർക്കാരുടെ കൂട്ടുകറി എങ്ങനെയുണ്ട് നോക്കുക. അപ്പോൾ പല സ്ഥലത്തും പല ടേസ്റ്റിൽ വയ്ക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതേമാതിരി ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് എഴുതി അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.